الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. ദയാനിധിയായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ദുൽഹജ്ജ് മാസം 5-ാം തീയതിയാണ്. മക്കയും പരിസരങ്ങളും ജനനിബിഡമായി കഴിഞ്ഞിരിക്കുന്നു. വിശ്വാസികളുടെ ആഗോള വാർഷിക മഹാസമ്മേളനത്തിൻ്റെ കർമ്മങ്ങളും പരിപാടികളും ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മഹാനായ മനുഷ്യപിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിശ്വവിളംബരം കേട്ട് അതിനുത്തരം നൽകിക്കൊണ്ടാണ് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് വിശ്വാസി സമാജത്തിൻ്റെ 160 കോടിയോളം വരുന്ന മുസ്ലിം സമാജത്തെ പ്രതിനിധീകരിച്ച് 25 ലക്ഷത്തോളം ഹാജിമാർ ആ മഹാസംഗമത്തിൽ സംബന്ധിക്കാൻ അള്ളാഹുവിൻ്റെ അതിഥികളായി മക്കയിൽ എത്തിയിട്ടുള്ളത്. മുസ്ലിം സമാജം മഹാനായ മനുഷ്യപിതാവിനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ധാരാളമായി ഓർമ്മിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ചില പ്രാർത്ഥനകളെ ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഖുതുബ ഉപയോഗിക്കുന്നത്. പ്രാർത്ഥന എന്നത് ഒരു മനുഷ്യന്റെ അകമാണ്. ഒരു മനുഷ്യന്റെ
മനസ്സാണ്, അവന്റെ വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ അവന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച യാഥാർത്ഥ്യമാണ്. ഹൃദയത്തിന്റെ അകത്തുനിന്നുണ്ടാകുന്നതാണ്, ഉണ്ടാകേണ്ടതാണ് പ്രാർത്ഥനകൾ. ഇബാദത്തിന്റെ മജ്ജയാണ് പ്രാർത്ഥന. അദ്ദുആഉ മുഖുൽ ഇബാദ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥനയില്ലെങ്കിൽ പരിഗണനയില്ലെന്ന് ഖുർആൻ. നിങ്ങൾ നാഥനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നാഥന് നിങ്ങളെക്കൊണ്ട് കാര്യമില്ലെന്നും അവൻ നിങ്ങളെ പരിഗണിക്കുകയില്ലെന്നും സൂറത്തുൽ ഫുർഖാനിൽ ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. ഒരാളുടെ പ്രാർത്ഥന, അതിൽ നിന്ന് അയാളെ വായിച്ചെടുക്കാം. ഇബ്രാഹിം ഖലീലിന്റെ ചരിത്രം ഒരു മഹാസമുദ്രം പോലെ വിശാലമാണ്, ആഴമുള്ളതാണ്. പ്രവാചകന്റെ ആ ചരിത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ 2-3 പ്രാർത്ഥനകളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ പ്രാർത്ഥനകളിൽ സ്പന്ദിക്കുന്നുണ്ട് ഇബ്രാഹിമി മനസ്സ്. ഇബ്രാഹിമി മനസ്സാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത്, വിശ്വാസി സമാജത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഇബ്രാഹിമി ഹൃദയം സമാർജിക്കാൻ ഈ സമാജത്തിന് സാധിക്കുമോ എന്നാണ് ഈ ചരിത്ര പ്രതിസന്ധി നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ കീഴടക്കിയ മനുഷ്യനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. എവറസ്റ്റ് കീഴടക്കി എന്നൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ ഉദാത്തമായ ഉയരത്തിലാണ് ഇബ്രാഹിം ഖലീലിന്റെ സ്ഥാനം. അള്ളാഹു അദ്ദേഹത്തിന് ഇമാമത്ത് നൽകി, അള്ളാഹു അദ്ദേഹത്തിന് ഖുല്ലത്ത് നൽകി, അള്ളാഹു അദ്ദേഹത്തിന് പിതൃത്വം നൽകി. ഖുർആൻ ഇതൊക്കെ ആവർത്തിച്ചു പറയുന്നു. അള്ളാഹു ഇബ്രാഹിമിനോട് പറഞ്ഞതായി ഖുർആൻ, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, മനുഷ്യരുടെ നേതൃത്വമായി താങ്കളെ നാം തെരഞ്ഞെടുത്തിരിക്കുന്നു. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അത്യുന്നതനായ തമ്പുരാൻ തന്റെ ഖുല്ലത്തിനായി, തന്റെ ചങ്ങാത്തത്തിനായി, തന്റെ ആത്മമിത്രമായി ഇബ്രാഹിമിനെ സ്വീകരിച്ചു. മില്ലത്ത അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിമാണ് നിങ്ങളുടെ പിതാവ്, അതുകൊണ്ട് നിങ്ങളുടെ പിതാവിന്റെ മില്ലത്തിനെ നിങ്ങൾ പിന്തുടരുക. മനുഷ്യ സമൂഹത്തിന്റെ പിതൃത്വം ഇത്രമാത്രം ഉയരത്തിലെത്തി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ധാർമ്മികതയുടെ, ആത്മീയതയുടെ, ദൈവസാമീപ്യത്തിന്റെ എവറസ്റ്റാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കീഴടക്കിയത്. അതിന്റെ പിന്നിൽ ഒരു മനസ്സുണ്ടായിരുന്നു, ഒരു ഹൃദയമുണ്ടായിരുന്നു. പരലോകത്തിലേക്കുള്ള മൂലധനം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ച ഒരു ഹൃദയം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒരാളുടെ സന്താനങ്ങൾ, അയാളുടെ സമ്പാദ്യങ്ങൾ ഉപകരിക്കാത്ത ഒരു ദിനം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഒരു ഹൃദയവുമായി, ന്യൂനതകളില്ലാത്ത, കുറ്റങ്ങളില്ലാത്ത, കളങ്കങ്ങളില്ലാത്ത, കാപട്യങ്ങളില്ലാത്ത ഹൃദയവുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവന് മാത്രം രക്ഷ കിട്ടുന്ന ഒരു ദിനം. ഇബ്രാഹിം ഖലീലിന് അതുണ്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അതിലൂടെയാണ് അദ്ദേഹം ഈ ഉയരങ്ങൾ മുഴുവൻ കീഴടക്കിയത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ അർത്ഥം ഈ ഹൃദയത്തെ നമ്മൾ സ്വീകരിക്കുക എന്നതാണ്.
ഇബ്രാഹിമി മില്ലത്തിന്റെ ഏറ്റവും വലിയ മുദ്ര ഈ ഖൽബുൻ സലീമാണ്. ആ ഹൃദയം അവക്രമായിരുന്നു, ആ ഹൃദയം അകളങ്കമായിരുന്നു, ആ ഹൃദയം ഭക്തിനിർഭരമായിരുന്നു, ആ ഹൃദയം സ്നേഹനിർഭരമായിരുന്നു. സർവോപരി ആ ഹൃദയം അങ്ങേയറ്റം വിശാലമായിരുന്നു. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള വിസ്താരമുണ്ടായിരുന്നു ആ മനസ്സിന്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനകളിലൂടെ ചിലപ്പോഴൊക്കെ ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയിൽ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ തമ്പുരാനായ നാഥൻ ഇടപെട്ട് സ്നേഹപൂർവ്വം തിരുത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കൂടുതൽ ശ്രദ്ധാലുവായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. കൂടുതൽ അടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകളിലൂടെ കടന്നുപോയാൽ നമുക്ക് ബോധ്യമാകും, ആ പ്രാർത്ഥനകളിലാണ്, ആ പ്രാർത്ഥനകൾക്ക് നൽകപ്പെട്ട മറുപടികളിലാണ് നമ്മുടെ ലോകം ഇത്രമേൽ മധുരതരമായിരിക്കുന്നത്, നമ്മുടെ ലോകം ഇത്രമേൽ അനുഗ്രഹീതമായത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകളിലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടൊരു യഥാർത്ഥ വിശ്വാസിയുടെ തേട്ടങ്ങളാണ് ആ പ്രാർത്ഥനകൾ. അതെല്ലാ കാലഘട്ടത്തിലെയും വിശ്വാസികളുടെ പ്രാർത്ഥനയായി മാറേണ്ടതുണ്ട്. എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകളായി അത് മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ലോകാവസാനം വരെ പ്രസക്തമായി വിശുദ്ധ ഖുർആനിൽ തമ്പുരാനായ നാഥൻ അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നോക്കൂ, ഒരു പ്രാർത്ഥന, വഇദ് ഖാല ഇബ്രാഹീമു റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന, പടച്ചവനെ ഈ നാടിനെ നീ നിർഭയത്വമുള്ള ഒരു നാടാക്കണമേ, ശാന്തതയുള്ള ഒരു നാടാക്കണമേ. ഇബ്രാഹിമിന്റെ പ്രാർത്ഥന. ഉർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പടച്ചവനിലും പരലോകത്തിലും വിശ്വസിക്കുന്ന നല്ലവരായ മനുഷ്യർക്ക് പടച്ചവനെ നീ കാർഷിക വിഭവങ്ങൾ, കായികനികൾ നൽകി അനുഗ്രഹിക്കണമേ. ഖാല, അള്ളാഹുവിന്റെ പ്രതികരണം, വമൻ കഫറ, പോരെ ഇബ്രാഹിം, അവിശ്വസിച്ചവർക്കും നാം അത് നൽകും. ഫഉമത്തിഉഹു ഖലീലൻ, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം. ഖുർആൻ പറയുന്നു ഇബ്രാഹിമിന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെ ഒരു ചെറിയ തിരുത്തും. ഫഉമത്തിഉഹു ഖലീലൻ സുമ്മ അദ്തുറുഹു ഇലാ അദാബിന്നാർ. അവിശ്വസിച്ചവനും നാം ജീവിതസുഖം തൽക്കാലത്തേക്ക് നൽകും, പക്ഷെ പിന്നീട് അവനെ നരകശിക്ഷയ്ക്ക് വിധേയനാക്കും. ബിഇസ്ൽ മസീർ, എത്ര മോശം താവളമാണ്. ഈ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കുക. ഇബ്രാഹിം ഖലീൽ പടച്ചവനോട് തേടി, റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന, പടച്ചവനെ നാടിനെ ശാന്തതയും സുരക്ഷിതത്വവുമുള്ള നിർഭയത്വമുള്ള ഒരു നാടാക്കി നീ മാറ്റണേ ഈ മക്കയെ. ഇത് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിന്ന് എല്ലാ കാലത്തും ഉണ്ടാകേണ്ട പ്രാർത്ഥനയാണല്ലോ. സ്വന്തം നാടിനെക്കുറിച്ചും അരക്ഷിതത്വവും കലാപങ്ങളും സംഘർഷങ്ങളും മത്സരങ്ങളും സമൃദ്ധമായ ലോകത്ത് റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന, പടച്ചവനെ ഈ നാടിനെ ആമിനായ ഒരു നാടാക്കണമേ. കണ്ണും കൽബും തുറന്നുവെച്ച് ഈ പ്രാർത്ഥനകളിലൂടെ വിശ്വാസി സമാജം കടന്നുപോകണം. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അജ്ഞരാണല്ലോ. റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിനൻ എന്ന് മുസ്ലിയാർ ഓതുമ്പോൾ മുത്തുനബിയുടെ ഭാര്യ ആമിന ബീവിയെ കുറിച്ചാണല്ലോ ഈ പറയുന്നത്. റളിയല്ലാഹു അൻഹും അൻഹ എന്ന് തർലിയത്ത് ചൊല്ലുന്ന അജ്ഞതയിൽ നിന്ന് ഈ സമാജം ഉണരണം. റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ നാടിനെ നീ നിർഭയത്വമുള്ള ഒരു നാടാക്കണമേ. ഇവിടുത്തെ വിശ്വാസികളായ ആളുകൾക്ക് നീ കായികനികൾ വിഭവങ്ങൾ നൽകണേ. അപ്പൊ അല്ല ഇടപെട്ടു, അല്ല ഇബ്രാഹിം എല്ലാവർക്കും അത് നൽകും.
പടച്ചതമ്പുരാൻ റഹീം മാത്രമല്ലല്ലോ, അവൻ റഹ്മാനും കൂടിയാണല്ലോ. വഴങ്ങുന്നവർക്കും വഴങ്ങാത്തവർക്കും ഒരുപോലെ ഗുണം ചൊരിയുന്നവനാണല്ലോ തമ്പുരാൻ. വറഹ്മത്തി വസിഅത് കുല്ല ശൈ, അവന്റെ കാരുണ്യം എല്ലായിടത്തും വിശാലമായിരിക്കുന്നു. അതുകൊണ്ട് റഹ്മാനായ തമ്പുരാന്റെ ആ ഗുണത്തിന്റെ താല്പര്യമാണ്, അവന്റെ നീതിയുടെ താല്പര്യമാണ് വഴങ്ങുന്നവർക്കും വഴങ്ങാത്തവർക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും, ഭൗതികവാദിക്കും നിരീശ്വരവാദിക്കും ഒക്കെ ഭൗതിക വിഭവങ്ങൾ നൽകുക എന്നത്. വിശ്വസിക്കാത്തത് കൊണ്ട് നിനക്ക് ഞാൻ ഓക്സിജൻ നൽകുന്നില്ല, വെള്ളം നൽകുന്നില്ല, കായികനികം നൽകുന്നില്ല എന്ന ഒരു പക്ഷപാതം റബ്ബിനില്ല. അതുകൊണ്ട് വമൻ കഫറ, നിഷേധികൾക്കും ധിക്കാരികൾക്കും നാം അത് നൽകും. ആ കാര്യത്തിൽ നിങ്ങൾ ഈ വിശാലത ഉൾക്കൊള്ളണം എന്ന് റബ്ബ് ഇബ്രാഹീമിലൂടെ മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ധിക്കാരത്തിനും നിഷേധത്തിനും റബ്ബ് ശിക്ഷ നൽകും. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആ വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ എല്ലാവർക്കും വേണ്ടിയാകണം. മാനുഷികമായ വിഷയങ്ങളിൽ പക്ഷപാതമോ നീതികേടോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിക്കരുത്. പ്രിയമുള്ളവരെ, വിശദീകരിക്കുന്നില്ല. ഈ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം നൽകി. മക്കയെ സംബന്ധിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് നാഥൻ ഉത്തരം നൽകി. അവലം നുമക്കില്ലഹും ഹറമൻ ആമിനൻ യുജ്ബാ ഇലൈഹി സമറാത്തു കുല്ലി ശൈഇ. അല്ല, നിങ്ങൾ കണ്ടില്ലേ, അവരെ നിരീക്ഷിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? അവലം നുമക്കില്ലഹും ഹറമൻ ആമിന, നിർഭയവും ശാന്തതയുമുള്ള ഒരു നാട് അവർക്ക് അധിവസിക്കാനായി നാം നൽകിയില്ലേ? യുജ്ബാ ഇലൈഹി സമറാത്തു കുല്ലി ശൈഇൻ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പഴങ്ങളും കായികനികളും നാം ശേഖരിച്ച് അവിടെ കൊണ്ടെത്തിക്കുന്നില്ലേ? മക്കയിൽ പോയവർക്കറിയാം, ഹറമുകൾ സന്ദർശിച്ചവർക്കറിയാം, അവിടെ വിളയുന്നത് വളരെ വിരളമായിട്ടുള്ള വളരെ എണ്ണപ്പെട്ട ചില വിഭവങ്ങൾ മാത്രം. പക്ഷേ കിട്ടാത്തതൊന്നുമില്ല, ആ നാടിനെ ഐശ്വര്യ സമൃദ്ധമാക്കി. ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നുള്ള കായികനികൾ അവിടെ എത്തിച്ചു. റബ്ബ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം ഈ നാടിനെ ശാന്തതയുള്ള നാടാക്കിയതും ഇവിടെ കായികനികളാൽ സമൃദ്ധമാക്കിയതും. അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ വയുതഖത്തഫു അന്നാസു മിൻ ഹൗലിഹി, മക്കയുടെ ചുറ്റുപാടും ഹറമല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ സംഘർഷങ്ങളും കലാപങ്ങളും യുദ്ധങ്ങളും കൊടുമ്പിരി കൊണ്ടപ്പോൾ, ജനങ്ങൾ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവരുടെ സ്വത്തുവകകൾ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ, അല്ല വയുതഖത്തഫു, അവർ റാഞ്ചിയെടുക്കപ്പെടുന്ന സന്ദർഭങ്ങളുണ്ടായപ്പോൾ, അന്നാ ജഅൽനാ ഹറമൻ ആമിന, സുരക്ഷിതത്വത്തിന്റെ, അഹിംസയുടെ, നീതിയുടെ, പരിശുദ്ധിയുടെ ഒരു താഴ്വരയായി ആ ഹറമിനെ, ആ പരിസരങ്ങളെ നാം മാറ്റിയില്ലേ? ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. എല്ലാ ഭയപ്പാടുകളിൽ നിന്നും നിർഭയത്വം നൽകിയ തമ്പുരാൻ, ഈ കഅബാലയത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാൻ, ആ റബ്ബിന് വഴിപ്പെട്ട് നിങ്ങൾക്ക് ജീവിച്ചൂടെ എന്നല്ലാഹു ഖുറൈശികളോട് ചോദിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ച ഈ ഇബ്രാഹിമി പ്രാർത്ഥനയിൽ മനുഷ്യ സമൂഹത്തോടുള്ള നമ്മുടെ കടപ്പാടുണ്ട്, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, അവരോടുള്ള പ്രതിബദ്ധതയുണ്ട്, നാടിനോടുള്ള കൂറുണ്ട്, ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ മഹിതമായ ഗുണപാഠമുണ്ട്. നോക്കൂ, വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ച മറ്റൊരു പ്രാർത്ഥന. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹീമും ഇസ്മായിലും കൂടി കഅബാലയത്തിന്റെ ഭിത്തികൾ പടുത്തുയർത്തുന്ന സന്ദർഭം. അത്രേ ഖുർആൻ പറഞ്ഞുള്ളൂ. പിന്നെ അവർ പ്രാർത്ഥിച്ചു എന്നൊന്നും പറഞ്ഞില്ല. വിശുദ്ധ ഖുർആനിന്റെ അനന്യസുന്ദരമായ ശൈലിയിൽ ഖുർആൻ പിന്നെ പറഞ്ഞത് റബ്ബനാ തഖബ്ബൽ മിന്നാ എന്നാണ്. അവരിങ്ങനെ കഅബ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു എന്നൊരു വാക്കില്ല. കഅബാലയത്തിന്റെ ഭിത്തികൾ പടുത്തുയർത്തുമ്പോൾ അവിടെ നിർത്തി. പിന്നെ വായനക്കാരനായ ഞാനും നിങ്ങളും കേൾക്കുന്നത് ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും ഹൃദയപൂർവമായ പ്രാർത്ഥനയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ രണ്ടുപേരിൽ നിന്നും നീ ഈ കർമ്മം സ്വീകരിക്കണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും നാഥ, നീ എല്ലാം കേൾക്കുന്നവനാണ്, നീ എല്ലാം അറിയുന്നവനാണ്. പ്രിയമുള്ളവരെ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ അമലിനും ശേഷം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ട പ്രാർത്ഥനയാണ്
പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. ഇതല്ല വിശ്വാസിയുടെ മനസ്സ്. ചെയ്യാൻ പറഞ്ഞത് കൃത്യമായി ചെയ്യുകയും അതിനുശേഷം ഒരു കാണിക്കയായി റബ്ബിന്റെ ഔദാര്യത്തിന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ ആ അമലിനെ സമർപ്പിക്കുകയും ചെയ്യുന്ന വിനയത്തിന്റെ മനസ്സായിരിക്കണം വിശ്വാസിയുടേത്. ഇബ്രാഹീമും ഇസ്മായിലും അലൈഹിമുസ്സലാം അവരുപോലും പ്രാർത്ഥിക്കുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. പടച്ചവനെ, നീ ഇത് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണമേ. നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു അമലിന്റെ കബൂലിയത്തും അതിന്റെ സ്വഹീഹിയത്തും രണ്ടാണ്. ഒരു കർമ്മം ശരിയാകുന്നതും ഒരു കർമ്മം സ്വീകാര്യമാകുന്നതും രണ്ട് കാര്യങ്ങളാണ്. സ്വഹീഹായ ഒരു കർമ്മം കബൂലാവണം എന്നില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നല്ല തഖ്വാബോധത്തിൽ നിന്നുള്ള കർമ്മം മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എന്തൊരു വിനയമാണ്! ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് എന്തൊരു വിനയമാണ്! കഅബാലയത്തിന്റെ ഭിത്തികൾ പടുത്തുയർത്തുന്ന മഹത്തായ പാവനമായ കർമ്മം നിർവഹിച്ചിട്ട് പടച്ചവനോട് രണ്ടുപേരും കരളുരുകി തേടുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. നിസ്കരിക്കാൻ പറഞ്ഞു, ഞാൻ കൃത്യമായി നിസ്കരിക്കുന്നുണ്ടല്ലോ. നോമ്പെടുക്കാൻ കൽപ്പിച്ചു, ഞാൻ നോമ്പെടുക്കുന്നുണ്ടല്ലോ. ദീനിന്റെ പാതയിൽ പ്രവർത്തിക്കാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ആ റിപ്പോർട്ട് നോക്കി ശരിയിട്ടിട്ട് സ്വീകരിച്ചാൽ പോരെ പടച്ചവന്? പോരാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. കബൂലിയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അല്ലാഹുവേ, നീ കൽപ്പിച്ചതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അറിയാതെ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടായിരിക്കാം. നീയാണല്ലോ എല്ലാം കേൾക്കുന്നവൻ, നീയാണല്ലോ എല്ലാം അറിയുന്നവൻ. അതുകൊണ്ട് പടച്ചവനെ, ഞാൻ കാണിക്കയായി കർമ്മം നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, നീ സ്വീകരിക്കണമേ എന്ന വിനയാന്വിതമായ പ്രാർത്ഥന വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നുണ്ടാവണം എന്ന് ഇബ്രാഹിം ഖലീൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നോക്കൂ, വേറൊരു പ്രാർത്ഥന, റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ രണ്ടുപേരെയും നീ മുസ്ലിങ്ങളാക്കണമേ. ഇബ്രാഹിം നബി ഇസ്മായിലും മുസ്ലിങ്ങളല്ലായിരുന്നു എന്നല്ല പറഞ്ഞതിനർത്ഥം. അല്ലാഹുവേ, ഇസ്ലാമാകുന്ന മഹത്തായ ഗുണമുണ്ടല്ലോ, നിന്നെ അനുസരിക്കുന്ന, നിനക്ക് സമർപ്പിക്കുന്ന, നിനക്ക് പ്രത്യക്ഷരം കീഴടങ്ങുന്ന ഒരു മനസ്സുണ്ടല്ലോ. ആ ഇസ്ലാം എന്ന ഗുണം അത് നീ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെയുള്ളവനാണ് മുസ്ലിം. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക എന്ന് പറഞ്ഞാൽ പടച്ചവനെ, ഇവിടെ നിലനിൽക്കുന്ന മുസ്ലിം സമുദായത്തിൽ, ജാതി സമുദായത്തിൽ ഞങ്ങളെ രണ്ടുപേരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് പോലെ ഇബ്രാഹിം ഇസ്മായിൽ എന്ന രണ്ട് പേര് കൂടി മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെടുത്തണമേ എന്നല്ല ഇബ്രാഹിമിന്റെ പ്രാർത്ഥന. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, നിനക്ക് അനുസരണയുള്ള, നിനക്ക് സമർപ്പിക്കുന്ന, നിനക്ക് കീഴ്പ്പെടുന്ന മഹത്തായ ഗുണമുള്ള രണ്ട് മനുഷ്യരാക്കി ഞങ്ങളെ നീ മാറ്റണമേ. ഒമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. പോരാ അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന് ഇത്തരം ഒരു മുസ്ലിം ഉമ്മത്തിനെ, ദൈവാനുസാരിയായ ഒരു സമാജത്തെ നാഥാ നീ ഉയർത്തിക്കൊണ്ടുവരണമേ. വഅരിനാ മനാസികന, ഇബ്രാഹിം നബിയുടെ ആവശ്യങ്ങൾ. വഅരിനാ മനാസികന, ഈ ഹജ്ജിന്റെ ആരാധനകളുടെ, ഈ ഉപാസനകളുടെ ക്രമങ്ങൾ, അതിന്റെ രീതികൾ പടച്ചവനെ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ്. ഇസ്ലാമിൽ ഓരോ ആരാധനയുടെ ക്രമവും നിഷ്ഠയും ശൈലിയും രൂപവും ഇതൊന്നും ഏതെങ്കിലും പണ്ഡിതൻ തീരുമാനിച്ചതല്ല, ഏതെങ്കിലും ഒരു പ്രവാചകൻ പോലും തീരുമാനിച്ചതല്ല, ഏതെങ്കിലും ഒരു സുന്നഹദോസ് കൂടിയിട്ട് തീരുമാനിച്ചതല്ല, ഏതെങ്കിലും ഒരു സന്യാസി ശിബിരത്തിൽ തീരുമാനിച്ചതല്ല. പൂജിക്കേണ്ടതിങ്ങനെ, ആരാധിക്കേണ്ടതിങ്ങനെ, ദൈവത്തെ വിളിക്കേണ്ടതിങ്ങനെ, പ്രകീർത്തനം ഇങ്ങനെ, ഇതെല്ലാം പടച്ചുതമ്പുരാൻ അവന്റെ ദൂതന്മാരിലൂടെ വളരെ ആധികാരികമായി പഠിപ്പിച്ച രീതികളാണ് ഇസ്ലാമിന്റെ എല്ലാ ആരാധനാക്രമവും. എന്തുമാത്രമെന്ന് ചോദിച്ചാൽ പ്രവാചകൻ നേർക്കുനേരെ അവർക്കതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം കൊണ്ടുവരൂ, വെള്ളം കൊണ്ടുവരപ്പെട്ടു. റസൂലുള്ളാഹി ഒളു എടുത്തു, നമസ്കരിച്ചു, എന്നിട്ട് പറഞ്ഞു സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. ഞാനിപ്പോ കാണിച്ചു തന്നില്ലേ, ഞാൻ കൈ കഴുകിയത്, മുഖം കഴുകിയത്, ഞാൻ തല തടവിയത്, ചെവി തടവിയത്, അതിന്റെ രൂപം രീതിയൊക്കെ കണ്ടില്ലേ? സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എപ്രകാരമാണോ ചെയ്തത് അതുപോലെ നിങ്ങളും ചെയ്യൂ. ഇബാദാത്തുകളുടെ കാര്യത്തിൽ ഇജ്തിഹാദ് പോലുമില്ല, ഇത്തിബാഅ മാത്രമേ ഉള്ളൂ, പിന്തുടർച്ച മാത്രം, അനുധാവനം മാത്രം.
എങ്ങനെയാണോ റസൂലുള്ളാഹി ചെയ്തത് അതുപോലെ ചെയ്യുക. വഅരിനാ മനാസികന, പടച്ചവനെ ഞങ്ങൾക്ക് നീ ആരാധനാക്രമങ്ങൾ, ഈ ഉപാസനാക്രമങ്ങൾ പഠിപ്പിച്ചു തരണമേ. വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം, തമ്പുരാനെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയ വീഴ്ചകളുടെ പേരിൽ ഞങ്ങൾ തൗബ ചെയ്തല്ലോ, ആ തൗബ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ വല്ലാതെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണല്ലോ, നീ ദയാനിധിയാണല്ലോ തമ്പുരാനെ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കും. ഇബ്രാഹിമും ഇസ്മായിലും പാപികളായിരുന്നില്ല. നമുക്കറിയാമല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, 100 തവണ ഞാൻ ഒരു ദിവസം തൗബ ചെയ്യുന്നുണ്ട്. ഒരു പാപവും ചെയ്യാത്ത റസൂൽ, പാപ സുരക്ഷിതത്വമുള്ള പ്രവാചകൻ, വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു വിട്ടുകൊടുത്ത പ്രവാചകൻ. ആ പ്രവാചകൻ പറഞ്ഞു, ഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. പ്രിയമുള്ളവരെ, ഇത്തരം വചനങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നെയും നിങ്ങളെയും സ്വയം വിലയിരുത്താൻ നമുക്ക് സാധിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ അവസ്ഥ പലപ്പോഴും മങ്കൂസ് മൗലവി പറഞ്ഞതുപോലെയാണല്ലോ, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദാദ് എന്ന് പറഞ്ഞു. എണ്ണമറ്റ പാപങ്ങളുടെ വാഹനപ്പുറത്തേറി സഞ്ചരിക്കുകയാണ് ഞാൻ. ഇതാണെന്ന് വിശ്വാസികളുടെ സ്ഥിതി. എണ്ണമറ്റ പാപങ്ങളുടെ വാഹനപ്പുറത്തേറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ 100 തവണ തൗബ ചെയ്യുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിലും പ്രാർത്ഥിക്കുന്നു, വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം, പടച്ചവനെ നീ ഞങ്ങളുടെ തൗബ സ്വീകരിക്കണമേ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്തുവാൻ സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇബ്രാഹിം നബിയുടെ മറ്റൊരു പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. പടച്ചവനെ നമസ്കാരം നിഷ്ഠയോടുകൂടി നിലനിർത്തുന്നവനാക്കി എന്നെ നീ മാറ്റണേ. നമസ്കാരം നിഷ്ഠയോടുകൂടി നിലനിർത്തുന്നവൻ, ഇഖാമത്ത് ചെയ്യുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ. പോരാവ മിൻ ദുർരിയ്യതി, എന്റെ കുടുംബത്തെയും എന്റെ സന്തതികളെയും നമസ്കാരം കൃത്യമായി നിർവഹിച്ച് നിലനിർത്തുന്ന ആളുകളിൽ ഉൾപ്പെടുത്തണമേ എന്ന് റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. പ്രിയമുള്ളവരെ, ഓരോ വിശ്വാസിയും അവന്റെ കുടുംബത്തെ സംബന്ധിച്ചും അവന്റെ മക്കളെ സംബന്ധിച്ചും അവരുടെ ദീനീ നിലവാരത്തെ സംബന്ധിച്ചും അവരുടെ നമസ്കാരത്തെക്കുറിച്ചും വളരെ ഗൗരവത്തിൽ ജാഗ്രതയോടുകൂടി ചിന്തിച്ചുകൊണ്ട് വേണം ഈ ഭാഗങ്ങളിലൂടെ കടന്നുപോകാൻ. നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പിന്തുടരൂ. ഇബ്രാഹിമിന്റെ മില്ലത്ത്, ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയിൽ സ്പന്ദിക്കുന്ന ആ വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ, മക്കളെ സംബന്ധിച്ച് അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് ജാഗ്രത. 7 വയസ്സാകുമ്പോൾ നമസ്കാരം അവരോട് കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നമസ്കരിക്കാത്ത കുട്ടിയെ അടിച്ചിട്ടാണെങ്കിലും അതിലേക്ക് കൊണ്ടുവരണം. ഗൗരവമുള്ള വിഷയങ്ങൾ ഗൗരവത്തിൽ കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ആരുടെ ബാധ്യത? മാതാപിതാക്കളുടെ ബാധ്യത, രക്ഷിതാക്കളുടെ ബാധ്യത. ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാദികളെയും രക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ് എന്ന് പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, എന്നെ നീ ഒരു നിസ്കാരക്കാരനാക്കണം, എന്റെ മക്കളെ, എന്റെ കുടുംബത്തെ, എന്റെ സന്തതി പരമ്പരകളെ നമസ്കരിക്കുന്നവരാക്കി മാറ്റണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു പ്രാർത്ഥന നോക്കൂ, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ നാഥ, വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, എന്റെ സന്തതി പരമ്പരകൾ, എന്റെ പിൻഗാമികൾ, ആ സമൂഹത്തിൽ നിന്ന് അവർക്കൊരു ദൈവദൂതനെ തമ്പുരാനെ, ഒരു റസൂലിനെ നീ നിയമിച്ചു കൊടുക്കണമേ. യത്ലു അലൈഹിം ആയാതിക, നിന്റെ ദൃഷ്ടാന്തങ്ങൾ, നിന്റെ സൂക്തങ്ങൾ, നിന്റെ വചനങ്ങൾ, നിന്റെ പാഠങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന ഒരു ദൈവദൂതൻ. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വേദഗ്രന്ഥവും ആ വേദഗ്രന്ഥം നടപ്പിലാക്കേണ്ട വിവേകവും വിജ്ഞാനവും അവരെ അഭ്യസിപ്പിക്കുന്ന ഒരു പ്രവാചകൻ. വയുസക്കീഹിം, അവരുടെ ജീവിതങ്ങളെ നന്നാക്കിയെടുക്കുന്ന, അവരുടെ ജീവിതങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന ജീർണതകളിൽ നിന്ന് അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു ദൈവദൂതൻ. അത്തരം ഒരു റസൂലിനെ അവർക്കിടയിൽ നീ നിയോഗിക്കണമേ തമ്പുരാനെ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അജയ്യനാണല്ലോ, നീ യുക്തിമാനാണല്ലോ തമ്പുരാനെ എന്ന് മനുഷ്യ സമൂഹത്തിന് വേണ്ടി മനുഷ്യപിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം ഖലീലിന്റെ ആ പ്രാർത്ഥനയ്ക്ക് പടച്ചവൻ നൽകിയ ഉത്തരമാണ് പ്രവാചകന്റെ നിയോഗമെന്ന് നമുക്ക് മനസ്സിലാവും.
ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. എല്ലാ അർത്ഥത്തിലും ദുഷിച്ചു കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ സംസ്കരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തമ്പുരാൻ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻ, അവരിൽ നിന്ന് തന്നെ ഒരു ദൈവദൂതൻ. നേരത്തെ ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ എണ്ണിപ്പറഞ്ഞ ഓരോ ഗുണവിശേഷങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, അവർക്കിടയിൽ ഒരു പ്രവാചകനെ അവൻ നിയോഗിച്ചു. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു പ്രവാചകന്റെ നിയോഗം എന്ന് നമ്മൾ അറിയണം. വിശദീകരിക്കുന്നില്ല. ഇതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ധാരാളം പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിലൂടെ കടന്നുപോവുകയും നമ്മുടെ കണ്ണും കൽബും കൊണ്ട് കടന്നുപോവുകയും നമ്മൾ ആ പ്രാർത്ഥനകൾ സ്വന്തം പ്രാർത്ഥനകളായി ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഇബ്രാഹിമി ഓർമ്മകളിൽ നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകളിൽ സ്പന്ദിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ, യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം സ്വന്തമാക്കാനായിരിക്കണം കാലഘട്ടത്തിൽ സത്യവിശ്വാസികളുടെ സമാജം ഹജ്ജിലൂടെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഓർമ്മകളിലൂടെ, ബലിപെരുന്നാളിലൂടെയൊക്കെ കടന്നുപോകുമ്പോൾ നമുക്ക് വളരെ ഗൗരവത്തിൽ നമ്മെ സംബന്ധിച്ച് ചിന്തിക്കാനും, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ അതൊരു മാപിനിയാണ്, അതൊരു അളവുകോലാണ്, ഒരു സത്യവിശ്വാസിയെ അളക്കാനുള്ള അളവുകോലാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വരുന്ന, നമ്മുടെ ഹൃദയാഭിലാഷമായി മാറുന്ന കാലഘട്ടത്തിലെ ഇബ്രാഹിമി മില്ലത്തിന്റെ പിന്തുടർച്ച ഏറ്റെടുക്കുന്ന അതിന്റെ വാഹകരായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിമി പ്രാർത്ഥനകളിലാണ് ഈ ലോകം ഇത്രമേൽ മധുരതരമായിരിക്കുന്നത്, അനുഗ്രഹീതമായിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരിയായി ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.